So, ഒരു problem solve ചെയ്യാം. Question. Design a simply supported slab for a room of internal dimensions 4 meter by 5 meter. The slab is subjected to 3 kN per meter square live load and 1 kN per meter square finished load. Use M20 concrete and Fe415 grade steel. Assume the slab corners are held down. പകരം ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അസ്യൂം ദ സ്ലാബ് കോർണേഴ്സ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ് അപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ബ്രാക്കറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തേക്കുന്നത്. ഈ രണ്ട് ടേംസിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും? സോ തന്നിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്ലാബിൻ്റെ 4 എഡ്ജസും ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, 4 എഡ്ജസും ഡിസ്കണ്ടിന്യൂസ് ആണ്, 4 എഡ്ജസും സപ്പോർട്ടഡ് ആണ്, പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ആണ്. സോ ഇറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് എഡ്ജ്ഡ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. അങ്ങനെ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് കേട്ടാൽ തന്നെ ഓൾ ദ 4 സൈഡ്സ് ആർ ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, നൗ അതിൻ്റെ ഇൻറ്റേർണൽ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 4 meter by 5 meter റൂമാണ്. 4 meter by 5 meterൻ്റെ റൂമാണ് ഇൻസൈഡ് ഡയമെൻഷൻസ്. ദ എക്സ്റ്റേണൽ ലോഡ്സ് എല്ലാം തന്നിട്ടുണ്ട്. പറയുന്നത് എന്താണ്? ദ സ്ലാബ് കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ ഓർ പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ടൈപ്പ് ഓഫ് സ്ലാബാണ്? അതൊരു ടോർഷണലി റെസ്ട്രെയിൻഡ് സ്ലാബാണ്. കാരണം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ലാബ് കോർണേഴ്സൊക്കെ ലിഫ്റ്റഡ് അപ്പ് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്, പക്ഷേ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്തേക്കുകയാണ്, അല്ലേ? ദേ ആർ പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ് അപ്പ്. സോ ഇറ്റ് ഈസ് എ ടോർഷണലി റെസ്ട്രെയിൻഡ് സ്ലാബ്. സോ ദിസ് ഈസ് എ ടോർഷണലി റെസ്ട്രെയിൻഡ് two-way സ്ലാബ് ആണെന്ന് പറയാം. ഇനി two-way ആണോ എന്നുള്ളത് നമ്മൾ ഇനി ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് സ്ലാബ്. ഡിറ്റർമിൻ ടൈപ്പ് ഓഫ് സ്ലാബ്. അതിന് L/B നമുക്കറിയാം, അത് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് L? ലോങ്ങർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 5 meter ആൻഡ് ഷോർട്ടർ സ്പാൻ എന്ന് പറഞ്ഞാൽ 4 meter. 5/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.25. സോ ദിസ് ഈസ് ലെസ് ദാൻ 2 ആയതുകൊണ്ട് ദിസ് ഈസ് എ two-way സ്ലാബ്. ഓക്കെ, സോ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സ്ലാബിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. സോ ഡിറ്റർമിനിങ് നമുക്ക് ഇഫക്റ്റീവ് സ്പാൻ. എന്ത് ഇഫക്റ്റീവ് സ്പാനാണ് ആവശ്യം? നമ്മൾ ഇഫക്റ്റീവ് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിലെ ഇഫക്റ്റീവ് സ്പാന് ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ വേണം എടുക്കാൻ. ഓക്കെ, സോ ഇതിലെ ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ. സോ ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് LX എന്ന് പറയുന്നത്, അല്ലേ? സോ ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാന് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഷോർട്ടർ സ്പാൻ, ഇതിലെ ഷോർട്ടർ സ്പാൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 4 meter ആൻഡ് ദിസ് ഈസ് 5 meter. സോ ഇത് ഈ 4 meter ആണ് ഷോർട്ടർ സ്പാൻ. ഓക്കെ, അതിനെ ഇഫക്റ്റീവ് സ്പാനായിട്ട് മാറ്റണം. അപ്പോൾ നമുക്കറിയാം ഇഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് D ഓർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ്. പക്ഷേ നമുക്ക് ക്ലിയർ സ്പാൻ അറിയാമെങ്കിലും D വാല്യൂ അറിയില്ല. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് എടുക്കാം. സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറയുമ്പോൾ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്താണ് ചെയ്യേണ്ടത്. സോ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത്. ഓക്കെ, നമുക്ക് ക്ലിയർ സ്പാൻ അറിയാം. ക്ലിയർ സ്പാൻ ഷോർട്ടർ ക്ലിയർ സ്പാൻ എത്രയാണ്? ദാറ്റ് ഈസ് 4 meter, 4.00 meter. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ സപ്പോർട്ട് വിഡ്ത്ത്? സപ്പോർട്ട് വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഈ വാൾസിൻ്റെ സറൗണ്ട് ചെയ്യുന്ന വാളിൻ്റെ വിഡ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ അസ്യൂം ദാറ്റ് ദ സപ്പോർട്ട് വിഡ്ത്ത്, അസ്യൂം ഇറ്റ് ആസ് 0.23 meters അല്ലെങ്കിൽ 23 centimeters ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ അത് കൊടുക്കുക. 4 + 0.23 ഈക്വൽ ടു 4.23 meters. സോ ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ LX ആയി. ഇനി ഇഫക്റ്റീവ് സ്പാൻ, ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ ബൈ D, ഇഫക്റ്റീവ് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമ്മൾ എന്താണ് എടുക്കേണ്ടത്? അപ്പോൾ നമ്മുടെ IS കോഡിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം തന്നെ നമുക്ക് ചെയ്യാം. IS കോഡിൽ
പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, IS കോഡിൽ പറയുന്നത് എന്താണ്? IS കോഡിൽ ബേസിക് സ്പാൻ ടു ഡെപ്ത് റേഷ്യോസ് നമുക്കറിയാം. ഈ ഡെപ്ത് റേഷ്യോസിനെ ഇൻറ്റു 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടീഷൻ പറയുന്നുണ്ട്, ഒരു ചെറിയ സ്പെസിഫിക് കേസ്, ഇഫ് ദ ഷോർട്ടർ സ്പാൻ ഈസ് ലെസ് ദാൻ 3.5. പക്ഷെ ഇത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. നമ്മുടെ ഷോർട്ടർ സ്പാൻ എന്ന് പറയുന്നത് 4 തൊട്ടാണ്. 3.5 താഴെ ആയിരുന്നെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സിൻസ് ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്, LX/D ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ. Modification factor for two-way slabs എത്രയാണ്? It is equal to 1.5 for two-way slabs. Okay, so substitute ചെയ്യുക. LX എന്ന് പറഞ്ഞാൽ 4.23 മീറ്റർ എന്ന് പറഞ്ഞാൽ 4230 മില്ലിമീറ്റർ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4230 ഡിവൈഡഡ് ബൈ D ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ഇൻറ്റു 1.5. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് സ്മോൾ d ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര കിട്ടും? 141 മില്ലിമീറ്റർ എന്ന് കിട്ടും. സോ ടേക്ക് effective depth small d is equal to 145 millimeter. Okay, take effective cover is equal to 25 millimeter. Therefore overall depth of slab എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് ക്യാപിറ്റൽ D is equal to 145 പ്ലസ് 25 ചെയ്യുമ്പോൾ 170 മില്ലിമീറ്റർ എന്ന് കിട്ടി. സോ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് ഈസ് 170 മില്ലിമീറ്റർ. സോ അടുത്ത സ്റ്റെപ്പ് ഫൈൻഡിങ് ഇഫക്റ്റീവ് സ്പാൻ. നമുക്കറിയാം ടു വേ സ്ലാബിൽ ഷോർട്ടർ സ്പാനും ഉണ്ട്, ലോങ്ങർ സ്പാനും ഉണ്ട്. ഷോർട്ടർ സ്പാൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് LX ഈസ് ഈക്വൽ ടു എത്രയാണ്? മിനിമം ഓഫ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് ഓർ ക്ലിയർ സ്പാൻ പ്ലസ് D. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് നമുക്ക് നേരത്തെ കിട്ടി 4.23 മീറ്റേഴ്സ്. അടുത്ത ക്ലിയർ സ്പാൻ പ്ലസ് D. ക്ലിയർ സ്പാൻ 4 മീറ്റർ ആണെന്നറിയാം. D എത്രയാണ്? 145 മില്ലിമീറ്റർ ആയിരുന്നു. 0.145 മീറ്റേഴ്സ്. സോ ഇത് ചെയ്യുമ്പോൾ 4.145 എന്ന് കിട്ടും. സോ ഇതിൽ രണ്ടിനും മിനിമം എത്രയാണ്? ഇറ്റ് ഈസ് 4.145. സോ ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാൻ ഈസ് 4.145 meters. So similarly, longer effective span കണ്ടുപിടിക്കുക. Ly is equal to minimum of center to center distance between supports. Center to center distance between support എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത് ആണ്. ക്ലിയർ സ്പാൻ is 5 meter plus support width is 0.23 meters. So you get it as 5.23 meters. അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് D. ക്ലിയർ സ്പാൻ is 5 meters പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് 0.145. അതെത്ര കിട്ടും? 5.145 മീറ്റേഴ്സ്. സോ ഇതിലും ലീസ്റ്റ് എന്താണ്? 5.145 മീറ്റേഴ്സ്. സോ ദാറ്റ് ഈസ് ദ ലോങ്ങർ ഇഫക്റ്റീവ് സ്പാൻ, 5.145 മീറ്റേഴ്സ്. അപ്പോൾ ഇത്രയായി. ഓക്കെ, ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡിങ് ദ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ്. Find the moment to be resisted. By slab. മൊമെൻ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് എത്ര എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ലോഡ് കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. സോ ലോഡ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെഡ് ലോഡ് ഈസ് ഈക്വൽ ടു 25 kN/m³ ഇൻറ്റു നമ്മൾ 1 മീറ്റർ വൈഡ് സ്ലാബ് സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 1 മീറ്റർ വൈഡ് സ്ലാബ് സ്ട്രിപ്പ് ആയതുകൊണ്ട് വിഡ്ത്ത് 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു ഡെപ്ത് ഓഫ് സ്ലാബ് എത്രയാണ്? 170 മില്ലിമീറ്റർ ആണ്. സോ 0.17 മീറ്റർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.25 kN/m എന്ന് കിട്ടും. ഓക്കെ,
25 into 1 into 0.17 4.25. ഇനി അടുത്ത ലൈവ് ലോഡ്. ലൈവ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 kN per meter square ആണ്. നമ്മൾ 1 meter width of സ്ലാബിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് 3 kN per meter. So similarly finished load, it is 1 kN per meter square into 1 meter is equal to 1 kN per meter. So total load W is equal to 4 plus 3 plus 4 plus 4.25 plus 3 plus 1 എത്ര കിട്ടും? 8.25 kN per meter. ഓക്കെ, ഇനി ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കുക. ആസ് യൂഷ്വൽ ഫാക്ടേർഡ് ലോഡ് WU is equal to 1.5 times W, that is 1.5 into 8.25 ചെയ്യുമ്പോൾ എത്ര കിട്ടും? You will get it as 12.375 kN per meter എന്ന് കിട്ടും. ഓക്കെ, 12.375 kN per meter. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊമെൻ്റ് കാൽക്കുലേഷനിലേക്ക് കിടക്കണം. സിൻസ് ദിസ് ഈസ് എ ടോർഷണലി റെസ്ട്രെയിൻഡ് സ്ലാബ്, നമുക്ക് അതിൻ്റെ IS കോഡിൽ പ്രൊവിഷൻസിലേക്ക് കിടക്കുക. സോ അതിൻ്റെ IS കോഡിൽ പ്രൊവിഷൻസ് കിടക്കുന്ന പേജാണ് പേജ് നമ്പർ 90. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ ടോർഷണലി റെസ്ട്രെയിൻഡ് സ്ലാബ്. അതിലെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് കോപ്പി ചെയ്യുക. ഓക്കെ, സോ moment moments to be resisted by slab is given by mx is equal to alpha x w lx square. അതുപോലെ my യും കാൽക്കുലേറ്റ് ചെയ്യുക. ആൽഫ y w L x സ്ക്വയർ. ഓക്കെ, രണ്ട് കേസിൽ LX ആണ് ഉപയോഗിക്കുന്നത്. ഷോർട്ടർ ഇഫക്റ്റീവ് സ്പാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം വെറും മൊമെൻ്റ് അല്ല, അൾട്ടിമേറ്റ് മൊമെൻ്റാണ് ആവശ്യം. അപ്പോൾ അൾട്ടിമേറ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട ലോഡ് W, എന്ത് ലോഡാണ് എടുക്കേണ്ടത്? യു ഷുഡ് യൂസ് WU. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത WU ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ അപ്പോൾ ഇതിനകത്ത് ഓരോ ടേംസും നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ WU നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, LX കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ആൽഫ എക്സും ആൽഫ വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആൽഫ എക്സ് ഫോർ ദിസ് കേസ്, ആൽഫ വൈ ഫോർ ദിസ് കേസ് കണ്ടുപിടിക്കണം. ഓക്കെ, ആൽഫ എക്സും ആൽഫ വൈയും IS കോഡിൽ പറയുന്നത് ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഫ്രം ദ ടേബിൾ 26. ടേബിൾ 26 എടുക്കുക. സോ ദിസ് ഇസ് ടേബിൾ 26. ഓക്കെ, ടേബിൾ 26ൽ ശ്രദ്ധിക്കുക, ആൽഫ എക്സിൻ്റെ വാല്യൂസാണ് ഈ ടേബിൾ തരുന്നത്. ഇവിടെ ഈ ലാസ്റ്റ് കോളമായിരിക്കും ആൽഫ വൈ തരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഓരോ സപ്പോർട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷനുള്ള ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻസാണ് നമുക്ക് ഈ കോളത്തിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്ന് പറയുന്നു. ഓൾ 4 എഡ്ജസും ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് കേസ് എടുക്കണം? ഈ 9th കേസാണ് എടുക്കേണ്ടത്. 9 എന്ന് പറഞ്ഞാൽ 4 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, അതിൽ നിന്ന് ആൽഫ എക്സ് കോഎഫിഷ്യൻറ്റ് കിട്ടും. അതിന് അറിയേണ്ട ഒരു കാര്യം LY/LX വാല്യൂ നമുക്ക് അറിയണം, എങ്കിലേ ആൽഫ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് LY/LX വാല്യൂ. LY/LX നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. LY എന്ന് പറഞ്ഞാൽ 5.145 ഡിവൈഡഡ് ബൈ LX എന്ന് പറഞ്ഞാൽ 4.145. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.24 എന്ന് കിട്ടും. ഓക്കെ, സോ 1.24 ആൽഫ എക്സ് വാല്യൂ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ LY/LX 1.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് വാല്യൂ ഉണ്ട്, 1.3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് വാല്യൂവും ഉണ്ട്. സോ അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇൻ്റർപൊളേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫോർ
Ly by Lx equal to 1.2. എന്താണ് alpha x? Alpha x is 0.072. 0.072. For Ly by Lx is equal to 1.3. Alpha x എന്ന് പറയുന്നത് 0.079. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ വൈ ഡയറക്റ്റ്ലി കിട്ടും. ആൽഫ വൈ ഒരു സിംഗിൾ വാല്യൂ ആണ് 0.056. അപ്പോൾ അത് ഇവിടെ നോട്ട് ചെയ്യാം. 0.056 ഫോർ ഓൾ കേസസ്. എന്ത് Ly by Lx ആണെങ്കിലും ഫോർ ഓൾ കേസസ് 0.056 ആണ്. ഓക്കെ, ആൽഫ വൈ ഈസ് എ സിംഗിൾ വാല്യൂ. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കണം. വി ആർ പെൻഡിങ് വിത്ത് ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് ആൽഫ എക്സ്. ഓക്കെ, ആൽഫ എക്സ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. Ly by Lx 1.2 ആൽഫ എക്സ് ഉണ്ട്, Ly by Lx 1.3 ആൽഫ എക്സ് ഉണ്ട്. ബട്ട് നമ്മുടെ Ly by x 1.24 ആണ്. അപ്പോൾ യൂസ് ഇൻ്റർപൊളേഷൻ ടു ഡിറ്റർമിൻ ദ വാല്യൂ. ഓക്കെ, നമുക്ക് ഏകദേശം ഏത് റേഞ്ചിൽ വാല്യൂ വരുമെന്ന് നമുക്കറിയാം. കാരണം 1.2നും 1.3നും ഏകദേശം മിഡിലായിട്ടാണ് 1.24 വരുന്നത്. സോ 0.072നും 0.079ൻ്റെയും മിഡിൽ വാല്യൂ ആയ അപ്രോക്സിമേറ്റ് വാല്യൂ ആയ 0.075 ആയിരിക്കും ആൽഫ എക്സ് വാല്യൂ. ഓക്കെ, നിങ്ങൾക്ക് ഇൻ്റർപൊളേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു റഫ് അപ്രോക്സിമേഷനിൽ ആൽഫ എക്സ് വാല്യൂ എടുക്കാം. ഓക്കെ, സോ ഇത്രയും കിട്ടിയാൽ ഫൈൻഡ് എം എക്സ് ആൻഡ് എം വൈ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. എം എക്സ് ഇസ് ഈക്വൽ ടു alpha x is 0.075 into WU is 12.375 into LX is 4.145 square. ഇത് നിങ്ങൾക്ക് കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും 15.95 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. 15.95 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ എം എക്സ് കിട്ടി. What is My? My is alpha y WU Lx square. Alpha y, that is 0.056 into 12.375 into Lx square തന്നെയാണ്. Lx square is 4.145 square. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11.91 കിലോ ന്യൂട്ടൺ meter. Okay, so we have determined the moment to be resisted by the slab along both directions. Shorter spanilum longer span directionilulla moments determine cheyidu. So adutha step, moment mu kandupidichu കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ mu ലിമിറ്റ് കൂടെ കണ്ടുപിടിച്ചിട്ട് mu is less than mu ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. You can do the same check here also. But for the time being, I am omitting this step. ഈ സ്റ്റെപ്പ് തൽക്കാലത്തേക്ക് ഞാൻ ഒഴിവാക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഒരുപാട് പ്രൊസീജിയറിൽ മറ്റ് സ്റ്റെപ്പുകൾ ഒരുപാടുള്ളത് കൊണ്ട് തൽക്കാലം ഈ ഒരു ചെക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് തൽക്കാലത്തേക്ക് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. അത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. Depth of neutral axis. Okay, depth of neutral axis കണ്ടുപിടിക്കണം. നമുക്ക് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വേറെ വേറെ മൊമെൻറ്റ്സ് ആണ്. അതിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കണം. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഓരോ ഡയറക്ഷനിലും പ്രത്യേകം കണ്ടുപിടിക്കുക. സോ ഫോർ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് along shorter span ആദ്യം കണ്ടുപിടിക്കാം. ഷോർട്ടർ സ്പാൻ. ഓക്കെ, so we know along the shorter span mx is equal to 0.36 fck bxu into d minus 0.42 xu. ഓക്കെ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം എക്സ് വാല്യൂ നമുക്കറിയാം 15.95 കിലോ ന്യൂട്ടൺ മീറ്ററാണ്. സോ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റുക. ഇസ് ഈക്വൽ ടു 0.36 FCK is 20
B, width of strip is 1000 millimeter into XU into D. What is effective depth? That is 1.145 millimeter minus 0.42 XU. Okay. Then rearrange ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3024 XU square minus 1044 XU plus 15 into 15.95 into 10 power 6 equal to 0 എന്ന് കിട്ടും. ഓക്കെ. സോ ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് XU ആസ് ഈക്വൽ ടു 16 millimeter എന്ന് കിട്ടും. ഓക്കെ. സോ ഫോർ ഷോർട്ടർ സ്പാൻ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഫോർ ലോങ്ങർ സ്പാന് കണ്ടുപിടിക്കുക. ലോങ്ങർ സ്പാൻ. ഓക്കെ. ലോങ്ങർ സ്പാന് ഇതേ ഇക്വേഷനാണ്. MXന് സ്ഥാനത്ത് MY ആകും. 0.36 FCK BXU ഇൻറ്റു D minus 0.42 XU എടുക്കുക. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് accordingly. 11.91 into 10 power 6 equal to 0.36 FCK. B is 1000 XU into 145 minus 0.42 XU. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് 3024 XU square minus 1044 XU plus 11.91 into 10 power 6 equal to 0. 11.91 into 10 power 6 equal to 0. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോൾവ് ചെയ്യുമ്പോൾ XU you will get it as equal to 11.80 millimeter. Okay. So depth of neutral axis രണ്ട് സ്പാനിലും കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് XU max is equal to 0.48 D. അത് നമുക്കറിയാം for a 415 steel. So 0.48 into നമുക്ക് 145 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get it as 69.60 millimeter. Okay. So since XU, രണ്ട് values of XU should be less than XU max. ഇതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്തിരുന്നെങ്കിൽ we have to resort to redesign of this section. So since XU along both axes, both spans is less than XU max, implies under reinforced section. Therefore safe. ഇനി അടുത്തത് സ്റ്റീൽ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 6, ഡിറ്റർമിനിങ് ഏരിയ ഓഫ് സ്റ്റീൽ. എവിടെ വേണം? രണ്ട് ആക്സിസിലും രണ്ട് സ്പാനിലും നമ്മൾ കണ്ടുപിടിക്കണം. സോ ഡിറ്റർമിനിങ് ദ ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ഷോർട്ടർ സ്പാൻ. ആദ്യം ഷോർട്ടർ സ്പാന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഷോർട്ടർ സ്പാനിന് അതിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ AST കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഫോർ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഉപയോഗിക്കും. XE is equal to 0.87 FY AST divided by 0.36 FCK B. ഇതിനകത്ത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് നമുക്ക് അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 16 mm ആണ് ഷോർട്ടർ സ്പാനിലെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ബാക്കി വാല്യൂസ് എല്ലാം നമുക്ക് AST ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. AST ഡിവൈഡഡ് ബൈ 0.36 ഇൻറ്റു 20 ഇൻറ്റു 1000. സോ ഇത് ചെയ്യുന്നത് AST കിട്ടും. സോ AST 0.36 ഇൻറ്റു 20 ഇൻറ്റു 1000 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 0.87 ഇൻറ്റു 415. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 319 mm² എന്ന് കിട്ടും. സോ ഏരിയ ഓഫ് സ്റ്റീൽ
required in the shorter span. ഇങ്ങനെ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇമ്മീഡിയറ്റ്ലി നമുക്ക് സ്പേസിങ് ബിറ്റ്വീൻ ബാർസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടി അസ്യൂം 12 mm ഡയാ ബാർസ്. 12 mm ഡയാ ബാർസ്. അങ്ങനെയാണെങ്കിൽ സ്പേസിങ് S is equal to 1000 AB by AST. 1000 into AB is pi by 4 into 12 square by AST 319. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നിങ്ങൾക്ക് 355 millimeter എന്ന് കിട്ടും. ഓക്കെ, ഫൈൻ. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് സ്പേസിങ് ചെക്ക് കൂടെ ചെയ്യണം. സ്പേസിങ് S should be less than or equal to 3D or 300 mm, whichever is less. So IS code പറയുന്ന recommendation for main bars ആണ്. മെയിൻ ബാർ എത്രയാണ്? തമ്മിലുള്ള സ്പേസിങ് should be less than or equal to 3D or 300 mm is less than or equal to 3 into 145. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 435 millimeter എന്ന് കിട്ടും. or 300 mm, whichever is less. ഇതിൽ മിനിമം 300 mm. ഓക്കെ, സോ സ്പേസിങ് ഷുഡ് ബി ലെസ് ദാൻ 300 mm. പക്ഷേ നമുക്ക് കിട്ടിയത് 355 mm ആണ്. അപ്പോൾ നമുക്ക് പരമാവധി 300 mm കൊടുക്കാവൂ. സോ പ്രൊവൈഡ് either 300 or some value less than 300. So let us provide 300 mm as the spacing of bars. Implies provide main bars along shorter span as 12 mm dia at 300 mm center to center. So 12 mm dia at 300 mm center to center ആണ് ഷോർട്ടർ സ്പാൻ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ട മെയിൻ ബാർസിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി അടുത്തത് ഡിറ്റർമിനിങ് ദി ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ലോങ്ങർ സ്പാൻ. സോ ഫൈൻഡിങ് ഡിറ്റർമിനിങ് ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ലോങ്ങർ സ്പാൻ. സെയിം പ്രൊസീജിയർ ആണ്. We know XU is equal to 0.87 Fy AST divided by 0.36 FCK B. അതിൽ XU വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് 11.8 millimeter equal to 0.87 415 AST divided by 0.36 into 20 into 1000. Solve ചെയ്യുമ്പോൾ you will get AST is equal to, we will get it as 235 millimeter square. Okay. Again assume 12 mm dia bars. Therefore spacing S is equal to 1000 AB by AST. 1000 into AB is pi by 4 into 12 square divided by 235. ഇത് എത്ര കിട്ടും? S value you will get it as 481 millimeter. ഓക്കെ, 481 millimeter. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പേസിങ് ഫോർ മെയിൻ ബാർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300 mm. ഓക്കെ, സോ ബട്ട് സ്പേസിങ് ഓഫ് മെയിൻ ബാർസ് എത്രയാണ്? സ്പേസിങ് ഓഫ് മെയിൻ ബാർസ് should be less than or equal to 300 mm. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, കണ്ടോ? Therefore provide main bars along longer span as 12 mm dia at 300 mm center to center. Okay,
ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ വൺ വേ സ്ലാബ് ആയിരുന്നപ്പോൾ ഷോർട്ടർ സ്പാനിൽ മെയിൻ ബാർസ് പ്രൊവൈഡ് ചെയ്തു, ലോങ്ങർ സ്പാനിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ബോത്ത് സ്പാൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് രണ്ട് സ്പാനിലും മെയിൻ ബാർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്പേസിങ് ഷുഡ് ബി ലെസ് ദാൻ 3D or 300 mm ആണ് രണ്ട് കേസിലും. ഓക്കെ, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അല്ല. ഷോർട്ടർ സ്പാനിലും ലോങ്ങർ സ്പാനിലും മെയിൻ ബാർസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ചു, സ്പേസിങ് ബിറ്റ്വീൻ ബാർസ് ഓൺ ബോത്ത് സ്പാൻസ് അതും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഡിസൈൻ്റെ ഏകദേശം ലാസ്റ്റ് സ്റ്റെപ്പായി. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. വേറൊന്നുമല്ല, വി നോ ദാറ്റ് ദിസ് സ്ലാബ് ഈസ് എ ടോർഷണലി റെസ്ട്രെയിൻഡ് സ്ലാബ്സ്. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് എ torsionally restrained slab, restrained two-way slab, we must provide torsion reinforcements. Torsion reinforcement കൂടെ പ്രൊവൈഡ് ചെയ്യണം. ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അതാണ്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിസൈൻ ഓഫ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ IS കോഡ് എടുക്കുക. IS കോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ D1.8 ആണ്. പേജ് നമ്പർ 90 D1.8 ക്ലിയറായി പറയുന്നുണ്ട്, ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് അറ്റ് എനി കോർണർ വെയർ ദ സ്ലാബ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ ബോത്ത് എഡ്ജസ് മീറ്റിംഗ് അറ്റ് ദറ്റ് കോർണർ. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന സ്ലാബ് 4 മീറ്റർ ബൈ 5 മീറ്ററിൻ്റെ സ്ലാബാണ്. ഈ സ്ലാബിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി സിംപ്ലി സപ്പോർട്ട്. അപ്പോൾ എല്ലാ കോർണേഴ്സും ഹാവ് എ ചാൻസ് ടു ലിഫ്റ്റ് അപ്പ്. എല്ലാ കോർണേഴ്സും ലിഫ്റ്റ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ഓൾ കോർണേഴ്സ് വിൽ ബി പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ് അപ്പ്. അതുകൊണ്ട് നമുക്ക് എല്ലാ കോർണേഴ്സിലും torsion reinforcements പ്രൊവൈഡ് ചെയ്യണം. സോ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഓൺ ഓൾ ദ 4 കോർണേഴ്സ് ഓഫ് ദിസ് സ്ലാബ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? വി മസ്റ്റ് പ്രൊവൈഡ് ടോപ്പ് ആൻഡ് ബോട്ടം ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് വിത്ത് ദ ലെയേഴ്സ് ഓഫ് ബാർസ് പാരലൽ ടു ദ എഡ്ജസ് ഓഫ് ദ സ്ലാബ് extending from the edges a minimum distance of 1/5 of the shorter span. ഷോർട്ടർ സ്പാനിൻ്റെ 1/5 ഡിസ്റ്റൻസിലായിരിക്കണം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഓരോ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ഓരോ കോർണേഴ്സിനും ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ചെയ്യേണ്ട എക്സ്റ്റെൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കേണ്ടത്, അല്ലേ? ഈ പ്രൊവൈഡ് ചെയ്യേണ്ട എക്സ്റ്റെൻറ്റ് എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ്? ഓക്കെ, so the extent of each layer, extent of torsion reinforcements is equal to എത്രയാണ് പറയുന്നത്? 1/5 of shorter span എന്ന് പറഞ്ഞാൽ shorter span is LX, that is LX by 5. okay, LX by 5. LX by 5 LX നമുക്കറിയാം, it is 4.145 divided by 5. you will get it as 0.83 meters. 0.83 meters ആണ്. ഓക്കെ, 0.83 meters ആണ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട എക്സ്റ്റെൻറ്റ്. എന്ന് വെച്ചാൽ ഈ വിഡ്ത്തും ഈ വിഡ്ത്തുമാണ് 0.83 meters. സോ ഇവിടെയാണ് നമുക്ക് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഇനി ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഓരോ ലെയർ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഓരോ കോർണേഴ്സിലും 4 layers ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 4 layers ഓഫ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഓരോ ലെയറിലും പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ എത്രയാണ്? ഓരോ ലെയറിലും 3/4 ഓഫ് ദ ഏരിയ റിക്വയർഡ് ഫോർ ദ മാക്സിമം മിഡ് സ്പാൻസ് മൊമെൻറ്റ് ഇൻ ദ സ്ലാബ്. എന്ന് പറഞ്ഞാൽ ദ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് of torsion reinforcement in each layer, ഈ 4 ലെയറിൽ ഈച്ച് ലെയേഴ്സിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് 3/4 ഓഫ് AST പ്രൊവൈഡഡ് ഇൻ ദ ഷോർട്ടർ സ്പാൻ.
നമ്മൾ മാക്സിമം മൊമെൻ്റ് ആണ് പറഞ്ഞത്. മാക്സിമം മൊമെൻ്റ് എവിടെയാണ് വരുന്നത്? ഷോർട്ടർ സ്പാനിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ASTX എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഷോർട്ടർ സ്പാനിലുള്ള AST എത്രയാണ് എന്നുള്ളത് നമ്മൾ എടുക്കുക, അതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്ടർ സ്പാനിലെ AST എത്രയാണ്? 319 mm² ആണ് അല്ലേ? ഷോർട്ടർ സ്പാനിലെ AST 319 mm². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3/4 × 319. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 240 mm² എന്ന് കിട്ടും. ഓക്കെ, ഇനി ഏരിയ മാത്രം പോരാ, നമുക്ക് സ്പേസിങ് ബിറ്റ്വീൻ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിക്കാം. സോ 8 mm ഡയാമീറ്റർ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് അസ്യൂം ചെയ്യാം. സോ അസ്യൂം 8 mm dia bars. So spacing of torsion reinforcements in each layer, ഓരോ ലെയറിലാണ്, each layer is equal to 1000 AB/AST അല്ല, നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് width of torsion ലെയറിൻ്റെ വിഡ്ത്ത് ഇൻറ്റു AB/AST ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 meter വൈഡ് സ്ട്രിപ്പ് ആയിരുന്നെങ്കിലേ 1000 എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ടോർഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്പാൻസ് അബൌട്ട് ദിസ് എക്സ്റ്റെൻറ്റ്. വിഡ്ത്ത് ഓഫ് ടോർഷൻ ലെയർ എത്രയാണ്? 0.83 meters അല്ലേ? അപ്പോൾ അത് വേണം പ്രൊവൈഡ് ചെയ്യാൻ. 0.83 meters എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റേഴ്സിൽ 830 mm ഇൻറ്റു AB. വാട്ട് ഈസ് AB? π/4 × 8² ഡിവൈഡഡ് ബൈ AST. AST എത്രയാണ്? AST നമ്മൾ കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് 240. ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 173 mm². പ്രൊവൈഡ് 8 mm dia torsion reinforcements at 170 mm. 173 പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 170 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ഈച്ച് ഓഫ് 4 layers at all the slab corners. Okay.